തിരുവനന്തപുരത്ത് തിരുവോണ ദിവസം പോലും മണ്ണന്തലയടക്കമുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാത്തതിന്റെ ദുരവസ്ഥ നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ കഴിഞ്ഞ 4 ദിവസമായി വാട്ടർ അതോറിറ്റിയിൽ പരാതി പറയാൻ വിളിക്കുമ്പോൾ എല്ലാം മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് കൈയൊഴിയുകയാണ് ഉദ്യോഗസ്ഥർ. പ്രദേശത്തെ ഫ്ളാറ്റ് സമുച്ചയങ്ങളിലെല്ലാം കുടിവെള്ളം എത്തുന്നുണ്ട് എന്നതാണ് അവസ്ഥ. നമുക്ക് ഗോകുൽനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി ഒന്ന് കാണാം. തിരുവനന്തപുരത്തെ നിരവധി പ്രദേശങ്ങളിൽ കഴിഞ്ഞ 4 ദിവസമായി കുടിവെള്ളമില്ലാതെ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയെ കൃത്യമായി തന്നെ അറിയിച്ചിരുന്നു, പക്ഷേ ഇപ്പോഴും മറുപടിയൊന്നും ഉണ്ടായിട്ടില്ല. തിരുവോണ ദിവസങ്ങളിലും പിന്നീടുള്ള ഈ ദിവസങ്ങളിലുമൊക്കെ വെള്ളമില്ലാതെ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കാര്യങ്ങളൊക്കെ നീങ്ങുന്നതെന്നുള്ളതാണ്. എന്തായാലും മലയാളികളെ സംബന്ധിച്ചുള്ള ഓണത്തിന് കൂടുതൽ വെള്ളം ആവശ്യമായി വരുന്ന ഒരു സമയമാണ് ഓണാഘോഷ കാലഘട്ടത്തിലൊക്കെ. പക്ഷേ ആ സമയമാണ് അത്ര ദുരിതത്തിലൂടെ കടന്നുപോയത്. അതെ, തിരുവോണത്തിൻ്റെ തലേ ദിവസം മുതൽ തുടങ്ങിയതാണ്. ഈ നിമിഷം വരെയും വെള്ളം വന്നിട്ടില്ല. ആ ദിവസം മുതൽ നമ്മൾ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നുണ്ട്, കംപ്ലയിൻറ്റ് റിസീവ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു മറുപടിയിൽ ഇന്നലെ വൈകുന്നേരമാണ് അവർ പറയുന്നത് ഇല്ല എവിടെയോ ലീക്കുണ്ട്, അത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് അപ്പോൾ എങ്ങനെയായിരുന്നു ഈ കുടിവെള്ള ആവശ്യങ്ങൾക്കുള്ള? നമ്മൾ ഉള്ള വെള്ളം കൊണ്ട് കുറേശ്ശെ ചെയ്യുക. പിന്നെ കിണർ വെള്ളമുണ്ട്, കിണറിൽ ഓരാണ് വെള്ളം. അത് നമുക്ക് അടുക്കള ആവശ്യത്തിനൊന്നും ഉപയോഗിക്കാനൊക്കില്ല. ബാത്റൂമിലേക്കൊക്കെ ഉപയോഗിക്കാം, അത്രയേ ഉള്ളൂ. തൽക്കാല ഉപയോഗത്തിന് അതൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇതുപോലെ പിടിച്ചു വെച്ചിട്ടൊക്കെ കുറേശ്ശെ ഇന്ന് രാവിലെ ഒരു ചെറിയ നൂല് പോലെ കുറച്ച് നേരം വന്നു, അത് കഴിഞ്ഞ് വീണ്ടും ഇല്ലാതായി. 1-2 ആളുകളുടെ പ്രശ്നമല്ല ഇതിപ്പോൾ. ഈ മണ്ണന്തല പ്രദേശത്തെ നിരവധി ആളുകളുടെ പ്രശ്നമാണ്. ഒരുപാട് പേർക്ക് ഈ പ്രശ്നം ഉണ്ടാകും. ഈ പ്രദേശത്തെങ്ങും വെള്ളമില്ല, ഈ വീടുകളിലൊന്നും വെള്ളമില്ലാത്തവരാണ്. ഇവിടെയൊക്കെ പിന്നെ 1-2 പേരേ ഉള്ളൂ. അതുകൊണ്ട് അവർ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. വാട്ടർ അതോറിറ്റി നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ടോൾ ഫ്രീ അല്ലാതെ ബന്ധപ്പെടാൻ ശ്രമിച്ചില്ല. കാരണം അവധി ദിവസമായതുകൊണ്ട് അവർ ഫോൺ എടുക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ടോൾ ഫ്രീയിൽ ഒരു 8 കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുകയും ചെയ്തു ഒരുപാട് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്, ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും. ഇന്നലെ രാത്രിയിലാണ് പറയുന്നത് ലീക്കാണെന്ന്. 2 ദിവസം കഴിഞ്ഞപ്പം ഇന്നും ഇതുവരെയും വന്നിട്ടില്ല. ലീക്കാണെങ്കിൽ പരിഹരിക്കാം. എവിടെയെങ്കിലും പണി നടക്കുന്നതായിട്ടൊന്നും നമുക്കറിയില്ല, അറിയില്ല. പക്ഷേ എന്തായാലും വെള്ളമില്ല 4 ദിവസമായിട്ട്. തിരുവോണത്തിൻ്റെ തലേന്ന് ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, വെള്ളമില്ല. കഴിഞ്ഞ 4 ദിവസമായി വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് ഈ പ്രദേശവാസികൾ. മണ്ണന്തല മാത്രമല്ല, പല പ്രദേശങ്ങളിലും സമാന സാഹചര്യമുണ്ട്. കാര്യവട്ടം പ്രദേശത്തടക്കം പലയിടങ്ങളിലും കുടിവെള്ളമില്ല എന്നുള്ളതാണ്. നമുക്കതിൽ ഇവിടുത്തെ ഈ ഒരു പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാകും. വെറും കാറ്റ് മാത്രമായിട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ ഈ പ്രദേശത്തെ പൈപ്പുകളിലൊക്കെ തന്നെ ഉള്ളത്. ചെറിയ തുള്ളിയായി മാത്രമാണ് ഇപ്പോൾ പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്നതിലും. ഇങ്ങനെയാണ് ഈ കഴിഞ്ഞ 4 ദിവസമായി ഇവിടുത്തെ പ്രദേശത്തുള്ള ആളുകളൊക്കെ ജീവിച്ചെന്നുള്ളതാണ്. വലിയ ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് ഈ മണ്ണന്തല പ്രദേശവാസികളുടെയും കാര്യവട്ടത്തെ പ്രദേശവാസികളുടെയും ഒക്കെ ജീവിതം.